ഇന്നൊരു വെള്ളക്കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴണ്ടി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് 4 കീറിയിട്ട് 4 2 ആയിട്ട് കീറാം. അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വാടി അതിൻ്റെ പച്ചച്ചൊവയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം കൂടി എടുത്ത് മാറ്റി വെക്കണം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ചൂടോടുക്കാനൊന്നും ആരും മിക്സിയിലിട്ട് അരക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവാക്കി എടുക്കുക. ഈ പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് മിക്സി ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇതാക്കി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഊർത്തി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പേസ്റ്റിലേക്ക് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഇതിലേക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2ാം പാലാണ്. നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലിനെയാണ് നമ്മൾ 2ാം പാലെന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അത് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇത് അടച്ച് വെച്ച് നന്നായി വെന്ത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം പുളിയുള്ള തൈര് അല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഐറ്റം നമ്മൾ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഇതിൽ നിന്ന് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. കുറച്ച് പണി ഉണ്ടെന്ന് തോന്നും, പക്ഷേ ടേസ്റ്റിയാണ്. അത്ര പണിയൊന്നുമായിട്ട് നമുക്ക് തോന്നൂല ഉണ്ടാക്കി വരുമ്പോൾ. ഈ പൊട്ടാറ്റോ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ കറിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് അരച്ചത് ഈ ഒരു പേസ്റ്റ് പരുവാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പേസ്റ്റ് എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. ഒരുപാട് പണിയുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുരുമുളക് പൊടി അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വേറെ അധികം പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി ചേർന്ന് വന്ന് ഇതിൽ പച്ചമണമൊക്കെ മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സംഭവം റെഡിയായി. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധനം റെഡി ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് പ്രത്യേകിച്ച് കോട്ടമൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണിന്ന് പെയർ ചെയ്ത് കഴിക്കുന്നത്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് പോവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കോമെൻറ്റിൽ പറയാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മളെ ചാനലിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.